സുരക്ഷിതമായവരെ മാത്രമാണ് നമ്മൾ സ്നേഹിക്കുക. കുറേ മക്കൾ, നമ്മുടെ 2-3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ 2 മക്കള് നല്ല ജോലിയൊക്കെ നേടി, ഒരു മോന് ജോലിയൊന്നും കിട്ടിയില്ല. എല്ലാവരും നിൽക്കുക ആ 2 മക്കളുടെ കൂടെയാണ്. എന്നാൽ ഒന്നും ആകാത്തവൻ്റെ കൂടെ അല്ലെങ്കിൽ നിരാശയിലൂടെ കടന്നു പോകുന്നവൻ്റെ കൂടെ ആരും ഉണ്ടാകില്ല. അവനെ കുറ്റപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ദൈവം അങ്ങനെയല്ല ചെയ്തത്. ദൈവം അവനെ ചേർത്ത് പിടിക്കുക. മനുഷ്യൻ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, അവനെ ഭയപ്പെടുത്തി മാറ്റും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല. ദൈവം ചെയ്തതുപോലെ ചേർത്ത് പിടി. അവനെയും കൂടി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്. ഈ 99 കൂടി ഉണ്ട്, അവർ സുരക്ഷിതരാണ്. എന്നാൽ നഷ്ടപ്പെട്ട ഒന്നിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി ദൈവം അതിന് പിന്നാലെ പോവുക. കാരണം വേറെ ഒന്നുമല്ല, അവൻ തനിച്ചാണെന്നറിയാം, അവൻ പേടിച്ചിട്ടുണ്ടെന്നറിയാം, അവന് നിരാശയുണ്ടെന്നറിയാം, അവൻ വേദനയിലൂടെ കടന്നു പോകുന്നറിയാം. ആ ഹൃദയം മനസ്സിലാക്കി അവനെയും സുരക്ഷിതനാക്കുകയാണ് കർത്താവ്. നമ്മുടെ ജീവിതത്തിലും സുരക്ഷിതരമായവരെ മാത്രമല്ല, സുരക്ഷിതമാക്കേണ്ടവരും കൂടിയും ചേർത്ത് പിടിക്കാൻ, അവിടെ ഹൃദയം മനസ്സിലാക്കി ആ ദൈവം സ്നേഹിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കാൻ, കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ തള്ളിക്കളയുന്ന വ്യക്തികളായിട്ട് മാറാതിരിക്കാൻ നമ്മൾ ദൈവം അങ്ങനെയാ ചേർത്ത് പിടിക്കുക. ഒറ്റപ്പെട്ടു പോകുമ്പോൾ കൂടെ എൻ്റെ കർത്താവുണ്ട്. തളർന്നു പോകുമ്പോൾ കൂടെ എൻ്റെ കർത്താവുണ്ട്. നിരാശപ്പെട്ടു പോകുമ്പോൾ വേറെ ആരില്ലെങ്കിലും ദൈവം എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെട്ടു പോകുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കാം.